ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ റെസിപ്പി കോർണർ. അപ്പോൾ ഇന്നത്തെ ഓണം സ്പെഷ്യൽ പച്ചടിയാണേ, ക്യാരറ്റ് പച്ചടി. അപ്പോൾ ഒരുപാട് പേർക്കുള്ളൊരു ഡൗട്ടാണ് പച്ചടിയും കിച്ചടിയും ഒന്നാണോ, എന്താണ് വ്യത്യാസം എന്നുള്ളത്. അപ്പോൾ ഇത് ഒരുപാട് അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് മധുരമുള്ളതിനെ പച്ചടി എന്നും മധുരമില്ലാത്തതിനെ കിച്ചടി എന്നാണ് പറയാറ്. അതായത് വെള്ളരിക്ക കിച്ചടി, പാവയ്ക്ക കിച്ചടി, വെണ്ടയ്ക്ക കിച്ചടി, അതുപോലെ ക്യാരറ്റ് പച്ചടി, ബീട്രൂട്ട് പച്ചടി, പൈനാപ്പിൾ പച്ചടി, പഴം പച്ചടി, മധുര പച്ചടി. അപ്പൊ അതാണ് വ്യത്യാസം. അപ്പൊ ഇന്ന് നമുക്ക് രുചിയൂറും ആരോഗ്യമേറുന്ന ക്യാരറ്റ് പച്ചടി ചെയ്യാം. അപ്പൊ ക്യാരറ്റ് പച്ചടി ചെയ്യാനായിട്ട് ആദ്യം ഒരു കടായിലേക്ക് 2 ചെറിയ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി കേട്ടോ. ഇനി ഒരു വലിയ പച്ചമുളക് ചെറുതായി മുറിച്ചത് കൂടി ചേർക്കാം. അപ്പൊ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് ഉപ്പ്. ഇതൊന്ന് വേവാനായിട്ട് ഒരു 1.5 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു തണ്ട് കറിവേപ്പില. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പൊ ക്യാരറ്റ് ഒന്ന് വഴറ്റി എടുത്തിട്ട് കുക്ക് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. ഇതാണ് കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത്. അതുപോലെ തന്നെ കുറച്ചുകൂടി ഹെൽത്തിയും ഇതാണ്. അപ്പൊ ക്യാരറ്റ് കുക്കായി വരുന്ന ടൈമിൽ നമുക്ക് പച്ചടിക്ക് ആവശ്യമായ തേങ്ങ ഒന്ന് അരച്ചെടുക്കാം. അപ്പൊ അതിനായിട്ട് ഒരുപാട് തേങ്ങ ഒന്നും വേണ്ട കേട്ടോ. ഒരു 1/2 കപ്പ് തേങ്ങ, അതുപോലെ 1/2 ടീസ്പൂൺ ജീരകം, ഒരു 1/4 ടീസ്പൂൺ കടുക്. അപ്പൊ കടുക് ഒരുപാട് വേണ്ട, ഒരു കൈപ്പരസം ഉണ്ടാവും. ഇതെല്ലാം കൂടി കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പൊ ഇതേ ക്യാരറ്റ് ഒക്കെ ഒന്നങ്ങ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലുള്ള ബാക്കി വെള്ളം കൂടി ഒന്നങ്ങ് വറ്റിച്ചെടുക്കണം. അപ്പൊ ഇപ്പൊ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങാക്കൂട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഈ തേങ്ങയുടെ പച്ചമണം നന്നായിട്ട് മാറുന്നവരെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരു 2-3 മിനിറ്റ് ഒന്നങ്ങ് വഴറ്റുമ്പോൾ തന്നെ തേങ്ങയുടെ പച്ചമണം ഒക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടും കേട്ടോ. ഇപ്പൊ തേങ്ങയുടെ പച്ചമണം ഒക്കെ നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പൊ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം തൈര് ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും കേട്ടോ. ഞാനിപ്പോ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ ഈ ഒരു ടൈമില് ഉപ്പ് നോക്കി കറക്റ്റ് ചെയ്യാം. ഇനിയിപ്പോ ഇതിലേക്ക് ഒന്ന് താളിച്ചൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു മധുരമുള്ളതാണ് പച്ചടി എന്ന്. അപ്പൊ നമ്മൾ ചില ക്യാരറ്റ് കൊണ്ട് ചെയ്യുമ്പോൾ പച്ചടിക്ക് സ്വാഭാവികമായിട്ടും ഒരു മധുരം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഏതായാലും ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബട്ട് ഇങ്ങനെ പഞ്ചസാര ചേർക്കുമ്പോഴാണ് ആ പച്ചടിക്ക് ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്കൊന്ന് താളിച്ചുകൂടി ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ ടേസ്റ്റിയായ സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് പച്ചടി റെഡിയാകും. അപ്പോൾ സദ്യയൊക്കെ ചെയ്യുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ താളിക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ഇതിപ്പോ നമുക്ക് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോ നമ്മുടെ രുചികരമായ ക്യാരറ്റ് പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റ് ആണ്. അപ്പൊ കുട്ടികൾക്കും ഒക്കെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. അപ്പൊ ഇതുപോലൊരു അടിപൊളി ഓണം സ്പെഷ്യൽ റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.